ലോകത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവം എന്താണ്? പ്രിയപ്പെട്ട ഈ ഭൂമിയിൽ എല്ലായിടത്തും ദുഃഖത്തിന്റെ സാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന എന്താണ്? ക്രിസ്ത്യാനികൾക്ക് ഒരു ദുഃഖം, ഹിന്ദുക്കൾക്ക് വേറൊരു ദുഃഖം, മുസ്ലിങ്ങൾക്ക് വേറൊരു ദുഃഖം. അങ്ങനെയാണോ? ഇന്ത്യക്കാർക്ക് ഒരു ദുഃഖം, പാകിസ്ഥാനികൾക്ക് വേറൊരു ദുഃഖം, നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്ന്, പാകിസ്ഥാനികളുടെ ആഗ്രഹങ്ങൾ വേറൊന്ന്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും ദുഃഖം ഒരുപോലെയാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും ആഗ്രഹങ്ങളും ഇച്ഛാഭംഗങ്ങളും ഒരുപോലെയാണ്, നിരാശകൾ ഒരുപോലെയാണ്, എല്ലാവരുടെയും മരണഭീതി ഒരുപോലെയാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ട, ഇതിന്റെ എല്ലാം കാരണം നിങ്ങൾക്കറിയാമോ? മനുഷ്യനെ പറ്റിയുള്ള യഥാർത്ഥമായിരിക്കുന്ന അറിവും ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനവും നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ കണ്ണ് തെളിയും. കണ്ണ് തെളിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് കാണാം. ഞങ്ങളുടെ കണ്ണ് അന്ധമായിരുന്നു, ഞങ്ങളുടെ കണ്ണെന്താണ് കാഴ്ചയില്ലാത്തതായിരുന്നു, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് തിരിച്ചറിയാതെ ലോകത്തിന്റെ കാലഗതികൾക്കൊപ്പം ഒത്തവണ്ണം ഒഴുകി നശിച്ചു പോയവരാണ്. എന്നാലോ ആ ഭയങ്കരമായിരിക്കുന്ന കുത്തൊഴുക്കിൽപ്പെട്ട അഗാധ കൂപത്തിലേക്ക്, അഗാധമായിരിക്കുന്ന ഗർത്തത്തിലേക്ക് ഞങ്ങൾ വീഴുന്നതിന് മുമ്പ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തന്റെ പൊൻകരങ്ങളാൽ ഞങ്ങളെ താങ്ങിയത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിൽക്കുന്നത്. ആകയാൽ മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിനും. അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അമ്മമാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും മതത്തിന്റെ പുരോഹിതന്മാർ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളെ സേവിക്കുന്ന ജനങ്ങളോട് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേട്ട് നല്ലതാണോ തീയതാണോ എന്ന് നിങ്ങൾ മനനം ചെയ്തിട്ട് വേണമെങ്കിൽ സ്വീകരിപ്പാനും വേണ്ടെങ്കിൽ തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ലോകാവസാന ദിവസം നമ്മൾ കണ്ടുമുട്ടുന്ന നാളില് നിങ്ങളോട് ഞങ്ങൾ സുവിശേഷം അറിയിച്ചില്ല എന്നൊരു കുറ്റം ഞങ്ങളുടെ മേൽ ഉണ്ടാവാതിരിക്കാനും അതിനേക്കാളുപരി നിങ്ങൾ അന്നത്തെ ദിവസം നശിച്ചു പോകാതിരിക്കാനും ഞങ്ങൾ പ്രസംഗിക്കുന്നു.